രവി, രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ പുറത്തുപോയി. ബസാറിൽ 9-ന് മടങ്ങിയെത്തി. 9-നോ? 9:10 നിന്റെ മുറിയിൽ നോക്കുമ്പോൾ നീ ഇല്ല. 9:15 വന്നിട്ടുണ്ട് അച്ഛാ. എന്നോട് പറയുന്നത് കൃത്യമായിട്ടാവണം. 9:15 എന്ന് വെച്ചാൽ എനിക്ക് 9 അല്ല. ഞാൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. മനുഷ്യനായാൽ എന്തിനൊരു ചിട്ട വേണം. ആഹാരത്തിൽ, ഉറക്കത്തിൽ, വ്യാപാരത്തിൽ, എല്ലാം. നിന്റെ പ്രായത്തിൽ എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നും എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ സാഹിബിനോട് ഇംഗ്ലീഷ് പറയും, അവരോട് ഭംഗിയായി പെരുമാറും. ബിസിനസ് ആരെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തന്നതാണോ? നിങ്ങൾക്ക് എന്നെ കണ്ടുപഠിക്കാം. ആ ഭാഗ്യം നിങ്ങൾക്കുണ്ട്. വേണ്ട വിദ്യാഭ്യാസമുണ്ട്. പണം വാരിക്കോരി ചെലവാക്കി പഠിപ്പിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഒന്നുമില്ല. എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. നിന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. കൃഷ്ണ, ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ ഇവിടെ കണ്ടുപോയാൽ ഒറ്റപടിക്ക് ഞാൻ കഥ കഴിക്കും. നായടെയല്ല, നിന്റെ. അവന്റെ കത്തുണ്ടോ? നിന്റെ അനുജനില്ലേ ദാസൻ, അവന്റെ? എനിക്ക് എഴുതാറില്ല. അവന്റെ അമ്മയ്ക്ക് എഴുതും. ലാളിച്ച് ലാളിച്ച് അവനെ എനിക്കെതിരാക്കി നിന്റെ അമ്മ. ഇരുന്നോ കുമാര. ആർക്ക് വേണ്ടിയാണോ അതിന്റെ അനുജൻ അന്യനാട്ടിൽ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? കരുണാകരൻ മുതലാളിയുടെ 2ാമത്തെ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? മന്ത്രിച്ച് മന്ത്രിച്ച് അവനെ കൊള്ളരാത്തവനാക്കിയത് നിന്റെ അമ്മയാണ്. പറ നിന്റെ അമ്മയോട്. രവി, ഇനി എനിക്ക് നീയേ ഉള്ളൂ. കരുണാകരൻ മുതലാളിക്ക് ഒരു പേരുണ്ട് ഈ നാട്ടിൽ, ഓർമ്മിച്ചോ? അത് നിലനിർത്തേണ്ടത് നീയാണ്. ഉമ്മറത്ത് 2-3 പേർ കാത്തിരിക്കുന്നു. 2-3 പേരല്ല, 5 പേരുണ്ട്. ആരാണ്, എന്തിനാണ് എന്നെല്ലാം എനിക്കറിയാം. ഞാൻ ഈ വീടിന്റെ എവിടെയെങ്കിലും ഒരിടത്തിരുന്നാൽ മതി. ചുറ്റുവട്ടത്തെ ഇല അനങ്ങിയാൽ എനിക്ക് മനസ്സിലാകും, അത് നിങ്ങൾക്കാവില്ല. അമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ആവലാദികൾ പറയാനല്ലേ? പിന്നെ കുറെ ശാപങ്ങൾ. അവസാനം കരച്ച്. മരുന്നില്ലേ? ഡാക്ടർ ദിവസവും മരുന്നില്ലേ? ശുശ്രൂഷിക്കാൻ ശമ്പളം തന്ന് നിന്നെ നിർത്തിയിട്ടില്ലേ? നിന്റെ യജമാനത്തെ വിളിച്ചെന്ന് പറ, ഈ ആവലാദികൾ കേട്ട് കേട്ടിരിക്കും മടുത്തുന്ന്. ഇരിക്കുന്നാവോ? കാത്തിരുന്ന് മുഷിഞ്ഞോ? ഭാര്യ കിടപ്പായതിൽ പിന്നെ രാവിലെ ആകെ ഇവിടെ ഒരു നട്ടം തിരിച്ചിലാണ്. എത്ര പണിക്കാരുണ്ടായിട്ടുണ്ടാ കാര്യം? അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒരു നിമിഷം വരുന്നാം. ഇരിക്കുതാമോ?
താൻ ഈ രാജ്യത്ത് തന്നെ ഉണ്ടോടോ? ഒരാഴ്ച ബാംഗ്ലൂരിലായിരുന്നു മുതലാളി. എന്താ വിളിച്ചേ? മുതലാളി എന്നോ? അത് വേണ്ട, അത് വേണ്ട. ഞാൻ എന്നും പഴയ കരുണാകരൻ തന്നെയാണോ. അപ്പൊ വന്ന കാര്യം? ഒരു മാസത്തെ തിരുമറിക്ക് എനിക്കൊരു 25,000 രൂപ തരണം കർണാട്ട. PWDക്കാർ ബില്ല് പാസ്സാക്കി പണം തരാൻ 30-ാം തീയതി കഴിയും. തനിക്കും പണത്തിന് ബുദ്ധിമുട്ടോ? ആളെ കളിയാക്കല്ലടോ. എന്റെ കാര്യം എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഉണ്ടിയക്കാരുടെ കയ്യിൽ നിന്നാ ഇതൊക്കെ കടമെടുത്തത്. സേട്ടുവിന് കടം വീട്ടാൻ വെച്ച പണമുണ്ട്. രാമൻ നായരെ, നമ്മുടെ സേട്ടിന് പണം വരുന്ന മാസത്തിൽ കൊടുത്താ പോരെ? സേട്ടുവിന്റെ പണത്തിന് പലിശ എത്ര? 25% അല്ലേ? അതെ, 25. സേട്ടുവിന്റെ പലിശ ഇവിടെ കൊടുത്താൽ ദാമുവിന് പണം കൊടുക്കാം. എനിക്കൊരു കാശ് പലിശ വേണ്ട. ഞാൻ ദാമുവിനോട് പലിശ വാങ്ങി. നല്ല കാര്യം. അതെനിക്ക് അറിഞ്ഞൂടെ. അതിനല്ലേ കരുണേട്ടന്റെ അടുത്ത് ഓടി വന്നത്. എത്ര റൈറ്റ് കൊടുത്താലും തരക്കേടില്ല, കാര്യം ശരിയാക്കി തന്നാ മതി. അത്ര നട്ടം തിരിഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ പഴയ ആളുകളാണ്. പഴയ ചിട്ടകളെല്ലാം നല്ലതുമാണ്. നാളെ വരുമ്പോ ഏട്ടന്റെ ഒരു മേലപ്പൂട വാങ്ങിക്കൊണ്ടുവരും. ശരി, ഞാൻ വരട്ടെ. ഇരിക്കോളും. ചായ വേണ്ടേ? അല്ല, ധൃതിയുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. ശരി. രാമൻ നായരെ, രൂപയ്ക്ക് 6250 രൂപ പലിശ കഴിച്ച് ബാക്കി കൊടുത്ത് 25,000 രൂപയ്ക്ക് ഒപ്പ്. കോൺട്രാക്റ്റിൽ അയാളുടെ ഏട്ടനും പാർട്ണറാണ്. അതുകൊണ്ടാണ് ഏട്ടന്റെ മേലപ്പ്. മനസ്സിലായോ രാമൻ നായരെ? മനസ്സിലായി മുതലാളി. ഇനി ഞാൻ നാരായണ കുട്ടിനെ വിളിക്കും. ശല്യം. കുറുപ്പേ, തിരക്കാണ് ഉറുപ്പേ. എന്താ വിശേഷം? ഹരിജനോത്സവന്റെ കാര്യം മുതലാളി അതിന്റെ രക്ഷാധികാരിയാകും. കാര്യമായി മുതലാളിയുടെ സഹായം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഉറുപ്പിന് അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടല്ല. പിന്നെ പണ്ടത്തെ കാലമല്ല. ഭാര്യ കിടപ്പിലായത് മുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ധാരാളം ചെലവാക്കണം. ബിസിനസ് ആണെങ്കിൽ വളരെ മോശം. എത്ര പണം ചെലവുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എങ്കിലും കുറിപ്പ് വന്നതുകൊണ്ട് ഞാൻ വയ്യാന്ന് പറയുന്നില്ല. കഴിവതും ശ്രമിക്കാം. ഒരു നല്ല കാര്യത്തിലാണല്ലോ. അടുത്ത ആഴ്ച വരണം. ഇത് എന്റെ അമ്മാവന്റെ മകനാണ്. ആ. എന്തെങ്കിലും ഒരു ജോലി നോക്കാം. അടുത്ത ആഴ്ച അവനെയും കൂടെ കൊണ്ടുവരണം. അടുത്ത ആഴ്ച ഒന്ന് 10 രൂപ കൊടുത്തേക്ക്. രക്ഷാധികാരം, അത്രയ്ക്കുള്ള രക്ഷാധികാരവും സാമൂഹ്യ സേവനവും മതി. ഇത് അയച്ചേക്ക്. പത്ത് ദിവസം കൂടി ഞാൻ തനിക്ക് അവധി തരും. അതിനുള്ളിൽ ഇടപാട് തീർത്തില്ലെങ്കിൽ ഇരിക്കുന്ന വീട് ഞാൻ കുളിപ്പിക്കും. കരുണാകരൻ മുതലാളിയെ താൻ ശരിക്ക് കണ്ടിട്ടില്ല. മുതലാളി, ഒരു അബദ്ധം പറ്റി. വേണ്ട, വേണ്ട, വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. 10 ദിവസം ഞാൻ പറഞ്ഞതാണ്.